അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 87-ാമത്തെ ആയത്തിന്റെ അർത്ഥവും അതുപോലെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളുമാണ് കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി നമ്മൾ ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഈ 87-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയ്ക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. വലഖദ് ആതൈനാ മൂസൽ കിതാബ്, തീർച്ചയായും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. വഖഫൈനാ മിൻ ബഅദിഹി ബിറുസുൽ, അദ്ദേഹത്തിന്റെ ശേഷം നാം ദൂതന്മാരെ തുടർച്ചയായി അയക്കുകയും ചെയ്തിരിക്കുന്നു. വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത്, മറിയമിന്റെ മകൻ ഈസാക്ക് വ്യക്തമായ തെളിവുകൾ നാം നൽകുകയും ചെയ്തു. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, അദ്ദേഹത്തെ നാം പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇനി ഈ ആയത്തിന്റെ 5-ാമത്തെ ഈ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സഹോദരങ്ങളെ അല്ലാഹു ഈ ആയത്തിൽ ശേഷം പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും, എന്നിരിക്കെ നിങ്ങളുടെ ദേഹങ്ങൾ ഇഷ്ടപ്പെടാത്തതുമായി നിങ്ങൾക്ക് വല്ല റസൂലും വരുമ്പോഴൊക്കെയും നിങ്ങൾ അഹംഭാവം നടിക്കുകയാണോ? ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ, അങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾ വ്യാജമാക്കി ഒരു കൂട്ടരെ നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബനു ഇസ്രായേലിയർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ട ഇസ്രായേൽ ജനത അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹുവിനെയും അവരിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരെയും അനുസരിക്കേണ്ട ആ ഒരു ജനത അവർ ചെയ്തതെന്താ? അവർ അവരുടെ ദേഹേച്ഛ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഇഷ്ടപ്പെടാത്തത്, അത് സ്വീകരിക്കുന്നതിനെ തൊട്ട് അതിൽ വിശ്വസിക്കുന്നതിനെ തൊട്ട് അവർ അഹങ്കാരം കാണിക്കുകയാണ് ചെയ്തത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മുതൽ അവരിലേക്ക് കടന്നു വന്ന അവസാനത്തെ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ളവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ മുഴുവൻ പ്രബോധനങ്ങളെയും ശിക്ഷണങ്ങളെയും അവഗണിച്ചു കളയുകയാണ് ഈ ബനു ഇസ്രായേലിയർ ചെയ്തിട്ടുള്ളത്. അവരുടെ ഈ ഒരു അഹംഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും, എന്നിരിക്കെ നിങ്ങളുടെ ദേഹങ്ങൾ ഇഷ്ടപ്പെടാത്തതുമായി നിങ്ങൾക്ക് വല്ല റസൂലും വരുമ്പോഴൊക്കെയും നിങ്ങൾ അഹംഭാവം നടിക്കുകയാണോ എന്ന്. അങ്ങനെ ഇസ്രായേൽ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ മുഴുവൻ അഹംഭാവത്തോടുകൂടി ധിക്കരിച്ച ഈ ആളുകൾ, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ അവർ പ്രവാചകന്മാരെ വ്യാജമാക്കുന്ന, പ്രവാചകന്മാരെ കളവാക്കുന്ന സ്വഭാവക്കാരാണ്. മറ്റു ചില ആളുകൾ അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ആദരിക്കാതെ ബഹുമാനം നൽകാതെ ആ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുന്ന സ്വഭാവക്കാരായിരുന്നു. അതായത് പ്രവാചകന്മാരെ വ്യാജമാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത പാരമ്പര്യമായിരുന്നു സഹോദരങ്ങളെ ഈ ഇസ്രായേൽ ജനതയിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അവർ സ്വീകരിച്ചു വന്ന, അവർ പിന്തുടർന്നു വന്ന നിലപാടുകൾ, അവർ തെരഞ്ഞെടുത്ത നിലപാടുകൾ ഈ രൂപത്തിലുള്ളതായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ, അങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾ വ്യാജമാക്കി ഒരു കൂട്ടരെ നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന്. അങ്ങനെ എന്താണ് അവർ ചെയ്തത്? അവർ സന്മാർഗത്തേക്കാൾ അവരുടെ ദേഹേച്ഛകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട്, പരലോകത്തേക്കാൾ അവർ ദുനിയാവിന് മുൻഗണന നൽകിക്കൊണ്ട് അവർ സ്വയം തെരഞ്ഞെടുത്തത് അവിശ്വാസമായിരുന്നു. പ്രവാചകന്മാർ കൊണ്ടുവരുന്ന സന്ദേശങ്ങൾ അവരുടെ ദേഹേച്ഛകൾക്കും പൊതുവിലുള്ള താല്പര്യത്തിനും യോജിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ തികച്ചും അഹംഭാവികളായി മാറിക്കൊണ്ട് ഇവിടെ പറഞ്ഞ രൂപത്തിലുള്ള അവിശ്വാസം പ്രകടമാക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ പ്രസ്താവനയാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ തൗറാത്ത്, ആ തൗറാത്തിലെ നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് അതിലെ നിയമങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് യഹൂദ പണ്ഡിതന്മാർ പ്രവർത്തിച്ചപ്പോൾ
അള്ളാഹുവിൽ നിന്നുള്ള ശരിയായ കൽപ്പനയിലേക്ക് ആ ജനതയെ പ്രവാചകന്മാർ തിരിച്ചു വിളിച്ചതാണ് അവർ പ്രകോപിതരാകാൻ കാരണമായതും. അങ്ങനെ ആ പ്രവാചകന്മാരെ വ്യാജമാക്കുവാനും ആ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുവാനും ധിക്കാരികളായ ഈ സമൂഹത്തിന് ഒരു പ്രേരണയായത് ഈ സംഭവങ്ങളാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുന്ന അവരുടെ ഈ ഒരു സ്വഭാവം, അത് നമ്മൾ സൂറത്തുൽ ബഖറയുടെ 61-ാമത്തെ ആയത്ത് പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു വിഷയം ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ കോപം ഈ യഹൂദികൾക്ക് ലഭിക്കാൻ കാരണമായ വളരെ മ്ലേച്ഛമായ സ്വഭാവത്തിന്റെ ആളുകളായിരുന്നു ഇവിടെ പരാമർശിക്കപ്പെട്ട അവിശ്വാസം സ്വീകരിച്ച ഈ ഒരു വിഭാഗം ആളുകളെന്ന് ഇതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 87-ാമത്തെ ആയത്തിന്റെ തഫ്സീർ ആയിക്കൊണ്ട് നമുക്കിവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളുള്ള അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.